ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹൈ റേഞ്ച് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹൈ റേഞ്ചിൽ നല്ല മലകൾ, നല്ല പുഴകൾ, പ്രകൃതി രമണീയമായ ഒത്തിരിയേറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇത് ഒരു കശുമാവാണ്. ഇത് കശുമാവ് കാഷ്യൂനട്ട് ഉണ്ടായി കിടപ്പുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇവിടെ ഏലമുണ്ട്. ഏലം കാണാത്ത കുട്ടികൾക്ക് ആ ഏലം കാണിച്ചു തരാം. ഇതാണ് ഏലം. ഇതിനകത്താണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഏലക്ക ഉണ്ടാകുന്നത്. ഇതിനകത്താണ്. ഇപ്പം ഏലക്ക ഉണ്ടായിട്ടില്ല. ഇതാണ് ഏലം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പിന്നെ കൊക്കോയാണുള്ളത്. ഇതാണ് കൊക്കോയുടെ കായ ഉണ്ടാകുന്നത്. ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊക്കോയുടെ കായ ഒത്തിരിയേറെ ഉപയോഗമുള്ളതാണ്. ഇതാണ് കൊക്കോ. പിന്നെ ജാതി ഉണ്ട് ഇവിടെ, ജാതിക്ക. ഇതാണ് ജാതി. ഇതിനകത്ത് ഒത്തിരിയേറെ ജാതിക്ക ഉണ്ട്. ഇത് നമ്മുടെ സുഗന്ധ വ്യഞ്ജനമാണ്. ഇതൊക്കെ ജാതി. നമ്മുടെ ആകാശം വളരെ സുന്ദരമായ ആകാശം. മേഘങ്ങള്, നല്ല വെളുത്ത മേഘങ്ങളുണ്ട്, മലയുണ്ട്, ഒത്തിരിയേറെ മരങ്ങളുണ്ട്. വളരെ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഡാഡി തേങ്ങയൊക്കെ പിടിച്ചു. ഇപ്പോൾ കോതമംഗലത്ത് നിന്നും കല്ലാർകുട്ടിയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നേരിമംഗലം പാലത്തിലാണ് എത്തിയിരിക്കുന്നത്. നേരിമംഗലം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എറണാകുളം ഡിസ്ട്രിക്റ്റിനെയും ഇടുക്കി ഡിസ്ട്രിക്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെയാണ് പെരിയാർ റിവർ പോകുന്നത്. 20 വർഷം മുമ്പ് എൻ്റെ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് ഈ പാലത്തിൽ തന്നെ വെച്ച് എടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് നേരിമംഗലം പാലത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ യാത്രയിൽ നമ്മൾ വനത്തിന്റെ നടുവിലൂടെയാണ് പോകുന്നത്. വനത്തിന്റെ അപ്പുറയും ഇപ്പുറയും ഒത്തിരി കുരങ്ങന്മാരും അവരുടെ കുസൃതികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി കച്ചവടക്കാര് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനായിട്ട് അവിടെയുണ്ട്. മുള കൊണ്ടും ഈറ്റ കൊണ്ടും ഉണ്ടാക്കിയ ഒത്തിരിയേറെ കൗതുക വസ്തുക്കൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങനെ കല്ലാർകുട്ടി ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഇത് 1961 ഉണ്ടാക്കിയ ഡാമാണ്. വളരെ ചെറിയൊരു ഡാമാണിത്. ഇവിടുത്തെ വെള്ളം പനംകുറ്റി പവർ ഹൗസിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് ഡാമിന്റെ കാഴ്ചകളിലേക്ക് പോകാം. കല്ലാർകുട്ടിയിലെ ഒരു സുന്ദരമായ പുഴയിലേക്ക് നമുക്ക് പോകാം. നല്ല തെളിഞ്ഞ വെള്ളവും നല്ല ഒഴുക്കും ഒത്തിരിയേറെ പാറകളുമുള്ള നല്ലൊരു പുഴയാണിത്. ഇവിടെ നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയാലോ? അങ്ങനെ നമ്മുടെ ഹൈ റേഞ്ച് ട്രിപ്പ് അവസാനിച്ചു. നിങ്ങൾക്ക് ഈ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.
ഇതാണ് നമ്മൾ കഴിക്കുന്ന കാഷ്യൂനട്ട് എന്ന് പറഞ്ഞ കശുമാവിൽ ഇവിടെ കായ ഉണ്ടായി കിടപ്പുണ്ട്. ഇതുപോലെ ഒത്തിരിയേറെ കശുമാക്കൾ ഇതിനകത്തുണ്ട്. ഹൈ റേഞ്ചിലെ കുറച്ച് ഒരു ഭാവിച്ച എന്ന് നമുക്ക് ഹൈ റേഞ്ചിൽ എന്നെ ഫ്രണ്ട് ഇത് ഞാൻ കുളിക്കാൻ പോകുന്നു ഓ ട്രിപ്പൊക്കെ